ഒന്നാമതേ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു സീസൺ എങ്ങനെയാണ് ലീഗ് നടന്നു പോകുന്നതെന്നതിനെ കുറിച്ച് ആർക്കും വലിയ ആശങ്കയോ സംശയമോ ഒന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറുമെന്നാണ് ISL ക്ലബ്ബുകളുടെ ഭീഷണി എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഇതുവരെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത് FSDL ആയിരുന്നു. അവർ കൃത്യമായിട്ട് ഏകദേശം 50 കോടിയോളം രൂപ പ്രതിവർഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ യുവമാർക്ക് കാശ് കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് നടത്താമെന്ന് പറയുന്നു. അപ്പോഴാണ് FSDL പറയുന്നത് ഞങ്ങൾ നഷ്ടത്തിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, പിന്നെ ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നീട് ജീനിയസ് സ്പോർട്സ് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വന്നിട്ടുണ്ട്. അവരൊരു പർട്ടിക്കുലർ കോൺട്രാക്റ്റുമായിട്ടാണ് വന്നത്. 12 കോടി രൂപ മൂലം പ്രതിവർഷം 12 കോടി രൂപ വീതം പ്രതിവർഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകും. അതുകൂടാതെ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്ന് പാർട്ടിസിപ്പേഷൻ ഫീയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കിട്ടും. അങ്ങനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കിട്ടാനുള്ള പൈസ കണ്ടെത്താനാണ് അവർ തീരുമാനിച്ചത്. 12 കോടിയോ 13 കോടിയോ ജീനിയസ് സ്പോർട്സിൽ നിന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കോ, പക്ഷേ ഈ 3 കോടി രൂപ പ്രതിവർഷം ക്ലബ്ബുകളിൽ നിന്ന് വാങ്ങുക, അത് കാലാനുസൃതം കൂട്ടുക എന്ന് പറയുന്ന നയം നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ക്ലബ്ബുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. ഈ ഒരു പരിപാടിയിലൂടെ ക്ലബ്ബുകളിൽ നിന്നും ചൂഷണം ചെയ്ത് പൈസ വാങ്ങാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനമെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറും എന്ന് പ്രമുഖ ക്ലബ്ബുകൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ വീണ്ടും പ്രതിസന്ധി പുകഞ്ഞു തുടങ്ങിയെന്നർത്ഥം.